കാലത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വാഫിൾസ്, എഗ്ഗ്, പിന്നെ ഫ്ലേവേർഡ് യോഗട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 2 ബ്രെഡും ഒരു മുട്ട പുഴുങ്ങിയതും കുറച്ച് ജാം എടുത്തു. മക്കൾ വാഫിൾസും ഹോട്ട് ചോക്ലേറ്റും എടുത്തു. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊരു മഴയുണ്ട്. അപ്പോൾ നമുക്കിന്ന് പോകുന്നത് അബൌട്ട് 4 ടു കാൻമോറാണ്. അതായത് 808 കിലോമീറ്റർ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോകണം. കാരണം എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ട്രിപ്പ് നടക്കുള്ളൂ. കാരണം നാളെ തൊട്ട് നമുക്ക് ഒരു 3 ദിവസം ബാൻഫ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർക്കിൻ്റെ ഏരിയ കറങ്ങാനുണ്ട്. അത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക. അപ്പം ഇന്ന് അവിടേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തുള്ളൂ. ഇന്നത്തെ ഇപ്പം നമ്മുടെ വീഡിയോയിൽ യാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബോറടിക്കണവരഞ്ചെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണണമെന്നില്ല. ഇത് കാണുന്നത് അവലാഞ്ചി ടണലാണ്. അതായത് ഈ പോണ വഴിക്കൊക്കെ ഭയങ്കര വലിയ മലകളൊക്കെയാണ്. അപ്പം മലകളിലെ ഈ കല്ലുകളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനത്തെ അവലാഞ്ചി ടണൽ ഇടയ്ക്കിടയ്ക്ക് റോട്ടിൽ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ നോട്ടിലൊക്കെ കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറ്റിയിട്ടോ. അപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊരു സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യമുള്ളതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. അതായത് എല്ലാം കൂടി അടക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അടിക്കണം. എന്നിട്ട് നമ്മളവിടെ പ്രീപെയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ മോനാണ് അടിക്കണേ. അവർക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യവും പോയിട്ട് പരിചയമുള്ളതുകൊണ്ട് അവനെല്ലാം ചെയ്യാറ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ചാലാണ് നമ്മൾ വിചാരിച്ചൊരു സമയത്തിൽ എത്തുള്ളൂ. ഇപ്പോൾ ഇത് കണ്ട ഭയങ്കര മഴയാണ്. എന്നാലും നമ്മൾ കുഴപ്പമില്ല. പക്ഷെ മഴ പെയ്യണോണ്ട് തന്നെ നമുക്ക് റോട്ടിലത്തെ ഒരു ഭംഗി അങ്ങോട്ട് കാണാനും പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതാണ്ട് മനസ്സിലാവില്ല. പിന്നെ ഇനിയിപ്പോൾ ഇത് കാണുന്നത് കണ്ട ഇതാണ് ബാൻഫിൻ്റെ. നമ്മൾ ബാൻഫ് തന്നെ നെറ്റിലടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണുന്നത് ഇതുപോലത്തെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസാണ്. മൊത്തം ഇതുപോലത്തെ അടിപൊളി മൗണ്ടൻസാണ് ബാൻഫിൽ കാണാനുള്ളത്. അപ്പോൾ ബാൻഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലേക്സ്, അതും ബ്ലൂ കളറുള്ള ലേക്സൊക്കെ ആയിട്ട്. പിന്നെ ഇത് അടിക്കുമ്പോൾ ബാൻഫിന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് ഈ മൗണ്ടനാണ്. അപ്പോൾ ബാൻഫിൻ്റെ തൊട്ടടുത്തുള്ള കാൻമോറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണതുകൊണ്ട് ബാൻഫിൽ നമുക്ക് പറ്റില്ല. ആനിമൽ ക്രോസിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഞാൻ പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് നാഷണൽ പാർക്കിൻ്റെ ഏരിയ ആയതുകൊണ്ട് മൃഗങ്ങൾക്ക് പോകാനുള്ള ഒരു പാത്താണ് അവരുണ്ടാക്കിയത്. ഇതപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാൻമോറിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇനി 3 ദിവസം ഇവിടെയാണ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.